ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1674. ഇന്ന് ജൂലൈ മാസം 31-ാം തീയതി, 213-ാമത്തെ ദിവസത്തിലെത്തി. ഈ ആണ്ടിലെ 7-ാം മാസത്തിന്റെ അവസാന ദിനമാണ്. വടക്കേ ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ വിശുദ്ധനായി ജീവിച്ച ഒരു സന്യാസിയെ കുറിച്ചാണ്. ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണെങ്കിലും ആളുകൾ ദൂരെ നിന്ന് അദ്ദേഹത്തിന്റെ അടുക്കലെത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ പുണ്യവും വിശുദ്ധവുമായ ജീവിതം സാത്താന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ നന്മയിൽ കളങ്കം ചാർത്താൻ സാത്താൻ പല വഴിയും ശ്രമിച്ച് പരാജയപ്പെട്ടു. അവസാന ശ്രമം എന്ന രീതിയിൽ സാത്താൻ നോക്കുകയാണ്. പതിയെ സന്യാസിയോട് രഹസ്യമായിട്ട് പറഞ്ഞു, അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിട്ട് നിന്റെ സഹോദരനെ നിയമിക്കുകയാണ്, നീ അറിഞ്ഞോ? മറുപടി ഒന്നും സന്യാസി പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സാകെ ഇരുണ്ടു. അത് കണ്ട സാത്താൻ സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയി. കഥയാണ്, എന്നാലും നിറയെ കാര്യമുണ്ട്. മറ്റുള്ളവരുടെ നന്മയും വളർച്ചയും പ്രശസ്തിയും കേൾക്കുമ്പോൾ, അറിയുമ്പോൾ നമുക്കുണ്ടാവാറില്ലേ എന്തോ ഒരു അസ്വസ്ഥത, മനസ്സിലൊരു വല്ലായ്മ? മറ്റുള്ളവരെ തളർത്താനോ ഇല്ലാതാക്കാനോ നമ്മൾ ഒരു ഉപദ്രവവും ചെയ്യുന്നുണ്ടാവില്ല. അത്രത്തോളം നമ്മൾ നീതിമാനാണെന്ന് സ്വയം ഭാവിക്കുന്നുണ്ടാവും. പക്ഷേ അവരെ പറ്റി ആളുകളൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിനകത്തൊരു വല്ലാത്ത അസ്വസ്ഥത. പല പേരുകളിട്ട് ഇതിനെ വിളിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്യാം. എന്നാലും സാധാരണ പറയാറ് അസൂയ എന്നല്ലേ. മറ്റുള്ളവരെ കുറിച്ച് ഇത്രത്തോളം എന്തിനാണ് നമ്മൾ അസൂയപ്പെടുന്നത്? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ പറ്റുന്നിടത്തോളം മറ്റുള്ളവരെ വളർത്താനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോഴും നെഞ്ചിലൊരു ചെറിയ നീറ്റലിന്റെ ഭാരം. ഓരോരുത്തരും വളരുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിനകത്ത് എന്തൊക്കെയോ വ്രണങ്ങൾ നീറിത്തുടങ്ങും. കുറെ കൂടി നമുക്ക് എപ്പോഴാണ് ഒരു സുബോധം ഉണ്ടാവുക? ഈ സുബോധം ശരിക്കും ക്രിസ്തുബോധമാണ് കേട്ടോ. ചില കസേരകളിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് മാറിയാലേ മറ്റൊരാൾക്ക് ഇരിക്കാൻ പറ്റൂ എന്ന് എപ്പോഴാ തിരിച്ചറിയുക? ചില വാതിലുകളിൽ നിന്ന് ഞാൻ മാറിയാലേ ആർക്കെങ്കിലുമൊക്കെ കടന്നു വരാനും പോകാനും പറ്റുകയുള്ളൂ. ചില കവാടങ്ങൾ ഞാൻ തുറന്നാലേ ആർക്കെങ്കിലുമൊക്കെ പ്രവേശിക്കാനും ആവും. പ്രകാശം പരത്തണമെങ്കിൽ മെഴുകുതിരി സ്വയം ഇല്ലാതാകണമെന്ന ആ പണ്ടത്തെ വർത്തമാനം ഒന്ന് ഓർക്കേണ്ടതാണ്. ഐസുരിക മാത്രമല്ലേ വെള്ളമാവുകയുള്ളൂ. അവനവന് ഇത്രത്തോളമൊക്കെ ഒരു മസിൽ പിടുത്തം ഇനിയെങ്കിലും ആവശ്യമുണ്ടോ? കുറെ കൂടി സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ വന്നു നിറയാനായിട്ട്, ഒരു ക്രിസ്തു ബോധത്തിലെത്താനായിട്ട് ക്രിസ്തു അനുയായികള് ഇനിയെങ്കിലും ഒന്ന് പരിശ്രമിക്കണ്ടേ? ഏറ്റവും സ്വകാര്യതയിൽ പ്രാർത്ഥനയോടുകൂടി. ആമേൻ.